Hey everyone, welcome back to another vlog. Today I'm going to take you guys to Banff Candla. അപ്പോൾ ഇന്നും നമ്മൾ ബാംഫിലാണുള്ളത്. It's a beautiful day out here in Banff. നോക്കൂ, it's still snowing outside. അങ്ങനെ വി ആർ ഡ്രൈവിംഗ് ടു ബാൻഫ് കാൻഡ്ല. നിങ്ങൾക്ക് ഔട്ട്സൈഡ് കാണാൻ വേണ്ടി പറ്റും. വിസിബിലിറ്റി വളരെ കുറവാണ്. അങ്ങനെ ബാൻഫ് ഗാൻഡ്ലയുടെ പാർക്കിംഗ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല ബിസി ആയിട്ട് കാണുന്നു. ഒരുപാട് വെഹിക്കിൾസൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ബാൻഫ് കാൻഡ്ല വന്നിട്ട് പിന്നെ ഒരു 8 minutes കാൻഡ്ല റൈഡാണ്. സൾഫർ മൗണ്ടൻ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ്റെ മുകളിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ സൾഫർ മൗണ്ടൻ്റെ മുകളിൽ ചെല്ലുമ്പോഴത്തേക്കും യു വിൽ ഗെറ്റ് എ 360-degree വ്യൂ.
നോക്കൂ, ഒരു ഔട്ട്ഡോർ ഫയർ പിറ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, where people can sit and warm up. അങ്ങനെ ഞാൻ കുറച്ചു നേരം ഫയർ പിറ്റിൻ്റെ അടുത്തിരുന്നു, പിന്നെ ഫയറൊക്കെ എൻജോയ് ചെയ്തു. അതുമാത്രമല്ല, പുറത്ത് ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ 2 ബിഗ് ഹോം ഷീപ്സ് അതിനോട് അറ്റാച്ച് ചെയ്തൊരു ഗാൻഡ്രല വെച്ചേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ആ ഗാൻഡ്രലയ്ക്കുള്ളിൽ പോയി ജസ്റ്റ് ഒന്നിരുന്ന് പിന്നെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്തു. ഒരാൾ നിന്ന് സ്നോ ക്ലിയർ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ എന്താ പറയുക, എൻട്രൻസിൽ കൂടെ ഉള്ളിലേക്ക് പോകാൻ കേട്ടോ. ഉള്ളിൽ പോയി ടിക്കറ്റ് എടുത്ത് വേണം ബാഫ് ഗാൻഡ്രലയിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ആൽബർട്ട പ്രോവിൻസിലുള്ളവരാണെങ്കിൽ ആൽബർട്ട ID കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനിവിടെ വിസിറ്റ് ചെയ്തത് വന്നിട്ട് പിന്നെ 24th അപ്പോൾ ഭയങ്കര ബിസി ആയിരുന്നു. അങ്ങനെ ഞാൻ മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ലൈനിൽ നിൽക്കുകയാണ്. അപ്പോൾ ഒരു ഗാൻഡ്രലയിൽ വന്നിട്ട് 4 പേർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇതൊരു 8 minutes റൈഡാണ് മുകളിലോട്ട്. ഞാൻ മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിങ്ങിലോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ത്രൂ ഔട്ട് ദ ഡേ ഭയങ്കര സ്നോയിങ് ആയിരുന്നു, അതുകൊണ്ട് വിസിബിലിറ്റി നല്ല കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ മൗണ്ടൻസ് ഒക്കെ നന്നായിട്ട് വിസിബിൾ അല്ല കേട്ടോ.
അങ്ങനെ 8 മിനിറ്റ്സ് റൈഡൊക്കെ കഴിഞ്ഞ് സൾഫർ മൗണ്ടൻ്റെ മുകളിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നല്ല ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. മുകളിലും നിങ്ങൾക്ക് ഫയർ പിറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ സൾഫർ മൗണ്ടൻ്റെ സമ്മിറ്റിലേക്ക് ഒരു ബോർഡ് വാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോർഡ് വാക്കിൽ കൂടി നിങ്ങൾ സമ്മിറ്റിലോട്ട് പോവും. ഈ സമ്മിറ്റ് വന്നിട്ട് ഒരു 2450 മീറ്റേഴ്സ് സീ ലെവലിൽ നിന്ന് മുകളിലാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു 360 ഡിഗ്രി വ്യൂ കിട്ടും. അപ്പോൾ ആ കാണുന്ന ബിൽഡിങ്ങിലാണ് ഗാൻഡലയിൽ വന്നിട്ട് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ അവിടുന്ന് ബോർഡ് വാക്ക് ത്രൂ സമ്മിറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എന്ത് ഭംഗിയാന്ന് നോക്കി ഇവിടെ നിന്ന് മൗണ്ടൻസ് കാണാൻ വേണ്ടിയിട്ട്. ബ്യൂട്ടിഫുൾ സ്നോ ക്യാപ്പ് മൗണ്ടൻസ്. Walking up here really feels calm and peaceful, especially in winter. Look at the boardwalk stairs, the summit, all covered in snow. And it's slippery too. അപ്പോൾ മുകളിലേക്ക് പോകും തോറും ഓരോരോ വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ഫുൾ വ്യൂ ആണെങ്കിൽ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന് മുകളിലോട്ട് ഗോണ്ടോല ത്രൂ അല്ലാണ്ട് ഹൈക്ക് ചെയ്തും പിന്നെ ആൾക്കാർ വരാറുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നല്ല തണുപ്പായിരുന്നു. ഇതിനു മുൻപ് 4-5 തവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് സൾഫർ മൗണ്ടൻ്റെ സമ്മിറ്റ് എന്ന് പറയുന്നത്. ഇത് 2450 മീറ്റേഴ്സ് എബോവ് സീ ലെവലാണ് കേട്ടോ. ഈ കാണുന്നതാണ് ബാംഫ് ടൗൺ. അപ്പോൾ ഇതിന് മുകളിൽ ഷോപ്സും റെസ്റ്റോറൻറ്റും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും.
അപ്പോൾ വിൻ്റർ ടൈമിൽ നിങ്ങൾക്ക് നൈറ്റ് റൈസിംഗ് എന്ന് പറഞ്ഞൊരു ഈവൻറ്റ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ലൈറ്റ്സ്, മ്യൂസിക്, സ്റ്റോറി ടെല്ലിംഗ്, ഓവറോൾ യു വിൽ ഗെറ്റ് ആൻ അമേസിംഗ് വിൻ്റർ എക്സ്പീരിയൻസ് ഹിയർ. നോർത്തേൺ ലൈറ്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എനിക്ക് നോർത്തേൺ ലൈറ്റ്സ് ഇടയ്ക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റാറുണ്ട്. കാരണം ഞാൻ ജാസ്പർ നാഷണൽ പാർക്കിലെ ഹിൻറ്റണിലാണ് താമസിക്കുന്നത്. അപ്പോൾ ജാസ്പർ നാഷണൽ പാർക്ക് സ്റ്റാർ ഗേസിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ സ്കൈ ക്ലൗഡി അല്ലാത്ത സമയത്ത്, പിന്നെ ക്ലിയർ ആണെങ്കിൽ നോർത്തേൺ ലൈറ്റ്സ് ഒക്കെ ഉള്ളപ്പോൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ആനിമൽസിൻ്റെ പോ പ്രിൻറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഗ്രിസ്ലി ബെയർസ്, കൂഗർ, നോക്കൂ, ഇത് സ്കാറ്റ്സ് ആണ്. You can see there's also a theater here. നോക്കൂ, ഇവിടുന്ന് ഒരു ബ്ലാങ്കറ്റ് എടുത്ത് പിന്നെ മാഷ്മെലോയും എടുത്ത് പുറത്ത് പോയിട്ട് മാഷ്മെലോ ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു വിൻ്റർ വൈബ് ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട്.
അങ്ങനെ ഞാൻ പുറത്ത് വന്നു. പുറത്ത് ഒരുപാട് ഫയർ പിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മാഷ്മെല്ലോ വന്നിട്ട് ഗ്രില്ല് ചെയ്ത് കഴിച്ചു. ഇത് ആ കാണുന്നത് ബാംഫ് ടൗൺ ആണ്. ബാംഫ് ടൗൺ നൈറ്റിൽ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്ത് വിൻ്ററൊക്കെ എൻജോയ് ചെയ്തു ഇങ്ങനെ ഇരുന്നു. It's really a wonderful experience. The gondola ride was breathtaking and the views are amazing. അങ്ങനെ ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ വേറൊരു ഏരിയ ഉണ്ട് ഹാങ് ഔട്ട് ചെയ്യാനായിട്ട്. ഞാൻ അങ്ങോട്ടേക്ക് പോയി. അവിടെ നിങ്ങൾക്കൊരു ഫയർ പിറ്റ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് കൂടാണ്ട് ഈ വാളിൽ വന്നിട്ട് കുറേ ലൈറ്റ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ലൈറ്റ്സ് വന്നിട്ട് ഈ ഫ്ലോറിൽ വന്നിട്ട് റൗണ്ടിലൊരു സാധനം വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ കാല് കൊണ്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ലൈറ്റ്സ് പിന്നെ നിങ്ങളുടെ കാലിൻ്റെ സ്റ്റെപ്പ് അനുസരിച്ച് ഈ ലൈറ്റ്സ് ഇങ്ങനെ കത്തും. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞാനും എൻ്റെ കാലൊക്കെ വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കി. ഈ ബിൽഡിംഗ് വന്നിട്ട് 4 ഫ്ലോർസാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഫ്ലോറിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് മറ്റൊരു ഫ്ലോറാണ്. ഈ ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. അങ്ങനെ ഒരുപാട് സമയം മുകളിൽ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ ഇനി താഴേക്ക് പോവാണ്. അങ്ങനെ താഴെ വന്നു. താഴെയും കുറച്ച് ഷോപ്സ് ഒക്കെ ഉണ്ട്. ക്രിസ്മസ് ഡെക്കറേഷനൊക്കെ നിങ്ങൾക്ക് താഴെയും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.
അതുവരേക്കും സി യു, ബൈ, ടേക്ക് കെയർ.